കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടവിടെ കൂടവിടെ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടവിടെ കൂടവിടെ. അഞ്ചൽ കൈപ്പള്ളിയിൽ പഴയ സൊസൈറ്റി മുക്കിന് സമീപം കട നടത്തുന്ന വിനോദാണ് കാക്കയ്ക്ക് കൂടൊരുക്കി ഈ നാടിനെ പ്രിയപ്പെട്ടതാക്കിയത്. എങ്ങനെയാണ് ഈ കാക്കയെ കിട്ടുന്നത്? ഈ കാക്കയെ കിട്ടുന്നത് വെച്ചാൽ എൻ്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങിന് ഈ ഒഴി വെട്ടുന്ന സമയത്ത് ആ തെങ്ങിൽ നിന്ന് ഓല വെട്ടിയ സമയത്ത് ഈ ഒരു കൂടുള്ള കാര്യം അവർ അറിഞ്ഞില്ല. ആ കൂട്ടിൽ നിന്ന് ഈ ഒരു 3 കാക്ക കുഞ്ഞുങ്ങൾ ഇങ്ങനെ താഴെ വീഴുകയും 2 കാക്ക കുഞ്ഞുങ്ങൾ സ്പോട്ടിൽ തന്നെ അത് ചത്തുപോവുകയും ഈ കുഞ്ഞ് മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ രക്ഷപ്പെടുന്ന പറഞ്ഞാൽ ഇതിന് നേരിയ ശ്വാസം മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കതിനെ അങ്ങോട്ട് കണ്ടിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇതൊക്കെ അപ്പോൾ ഒരുപാട് കാക്കകൾ അവിടെ ഉണ്ട്. പക്ഷേ ഒരു കാക്കകൾ പോലും എന്നെ അത് ശല്യം ചെയ്യാത്ത രീതി അവരൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ഈ റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ പെട്ടിക്കകത്ത് കൊണ്ടുവച്ച് അതിന് അന്ന് മുതൽ ഈ 10 മാസം വരെയും നല്ലോണം പരിപാലിച്ച് 3 നേരവും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആഹാരങ്ങളൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് എന്തായാലും കൊള്ളാം. അതിനെ പറക്കുന്ന പരുവം വരെ ഈ 10 മാസം വരെ ഞാൻ അവനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് 10 മാസം കഴിഞ്ഞാണ് നമ്മുടെ ഇവിടുത്തുള്ള സുഹൃത്തുക്കൾ പോലും അറിയുന്നത് ഇങ്ങനൊരു ഒരാളെ ഞാനിവിടെ വളർത്തുന്നുള്ള കാര്യം. അതിനുശേഷമാണ് എല്ലാവരും ഈ പറക്കുന്നതിന് ശേഷമാണ് അയ്യോ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലെ അയാളുടെ തരുന്നത്. പിന്നെ അയാൾ ഇവിടുത്തെ പറക്കാറായതിനു ശേഷം പിന്നെ അയാൾ ഇവിടുത്തെ ഒരു നാടിൻ്റെ ഒരു പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പേര് ഞാൻ ആ കേശു എന്നങ്ങിട്ട്. ആ കേശു എന്ന് ഇട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ചെല്ലപ്പേര് പെട്ടെന്ന് ക്ലിക്കാവാൻ വേണ്ടിയുള്ളൊരു പേര് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അങ്ങനെ ഞാൻ കേശു എന്നങ്ങിട്ട്. ആ ഇപ്പോൾ പേര് വിളി കേട്ട ഉടനെ അവൻ തിരിഞ്ഞു നോക്കും, അവിടുന്ന് പറന്ന് വരും. അങ്ങനെ ഒരു കണ്ടീഷനായി. ഇപ്പം ഇവിടുത്തെ എല്ലാം അവൻ്റെ സുഹൃത്തുക്കളായി മാറി. ഈ കച്ചവടം എന്തൊക്കെയാണ് കൊടുക്കുന്നത്? തീറ്റ എന്തൊക്കെയാണ് അവന്? ഞാൻ അവൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവന് എൻ്റെ ഇവിടുന്ന് ബിസ്ക്കറ്റുകളും ഇവിടെ നമ്മുടെ പാലൊക്കെ പൊട്ടിച്ച് അതൊന്നും നമ്മളൊരു സാമ്പത്തികമായിട്ടൊന്നും നോക്കുന്നില്ല. സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ ആവശ്യമൊന്നും അല്ല. എന്തായാലും പോലും ഞാൻ ഒരു പാക്കറ്റ് പാലൊക്കെ പൊട്ടിച്ച് ഫ്രീസറിലൊക്കെ വെച്ച് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് കലക്കി അവനിങ്ങനെ കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യകാലത്തൊക്കെ കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഈ വീണേൻ്റെ ഒരു ഷേക്ക് അവനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്തോ ഒരു പനി പോലൊക്കെ അവനുണ്ടായിരുന്നു. ചീറ്റലും തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായത് കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അതുകൊണ്ട് ഞാനൊരു പാരസിറ്റമോളൊക്കെ ചെറുതായിട്ട് മൈലൂട്ടായിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് അതൊക്കെ തൊട്ടനാക്കി വെച്ചൊക്കെ കൊടുത്ത് അങ്ങനെ എന്തായാലും കൊള്ളാം. അത് ഒരുവിധം ഓരോ ദിവസം ചെല്ലുന്നതോറും അത് മെച്യൂർഡായി വന്നു. അതിനുശേഷം ഇപ്പം നല്ല ഒരു പക്വതയായി ഇറങ്ങി രോമമൊക്കെ കളിച്ച് നല്ല പറക്കം. ഇപ്പോൾ അവനെ എല്ലാം ഇറച്ചി, മീൻ, മുട്ട അതുപോലെ ഞാൻ കുറേശ്ശെ എല്ലാം കൊടുത്തു തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൊടുത്ത് ഇപ്പോൾ അവനെ നല്ലൊരു കാക്കയാക്കി മാറ്റി. കേശു എന്നാണ് അവനെ വിളിക്കുന്നത്. കാക്കയെന്ന് പോലും ഞാൻ അങ്ങനെ വിളിക്കാറില്ല. കേശു എന്നാണ് വിളിക്കുന്നത്. പിന്നെ അവൻ്റെ ഒരു പേരൻസ് 2 പേരുണ്ട്. അതാണ് അവരുടെ പേരൻസ്. ആ പേരൻസ് 2 പേരും അവൻ്റെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് അവൻ്റെ കൂടെ. മറ്റ് കാക്കയുടെ ശല്യം ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ ഈ കാക്ക ഇത്രയും നാൾ സംരക്ഷിച്ചിട്ട് ആ കുഞ്ഞു കാക്കയായിരുന്നപ്പോൾ ഈ ചെറിയ പറക്കാറാകുന്ന സമയത്ത് അവൻ ആ ഡോറിൽ വന്നിരുന്നിട്ട് വെളിയിലോട്ട് പറക്കത്തില്ല. കാര്യം അകത്തോട്ടേ പറക്കൂ, പറക്കാൻ പഠിക്കുന്നത്. എന്നിട്ടും ഈ കാക്കകളെല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഒരു കാക്ക പോലും എന്നെ ഇന്നുവരെ ശല്യം ചെയ്യുകയായിട്ട് ഒന്നിരുന്ന് ബഹളം വയ്ക്കുകയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ എനിക്കൊരു അതിശയം പോലാണ്. അതിൻ്റെ അച്ഛനും അമ്മയും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ആ തെങ്ങിൽ നിന്ന് നേരെ കൂട് വയ്ക്കുന്നത് ഈ ബദാമിലാണ്. ആ ബദാമിൽ കൂട് വെച്ചതിന് ശേഷം ആ കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ കാണുന്നില്ല എന്തിയെന്ന്. അതിനുശേഷമാണ് നമ്മൾ ഈ കാക്കയെ എപ്പോഴും ഈ കുഞ്ഞിനെ അവർ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ ഇവിടെ ഈ പരിസരത്ത് കാണും. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോഴൊക്കെ ഇതിനെ ഇവിടെ കാണും. അങ്ങനെ ഒരു നല്ല ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ ശീതളപാനിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ 7up, പെപ്സി, മിറണ്ട ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് അവന് ചെറുതായിട്ട് ആദ്യം കഴിക്കുമായിരുന്നു. ഇപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ 7up, പെപ്സിയും, മിറണ്ടയും, കൊക്കോക്കോളയും ഒക്കെ. അതാണ് ഈ കൊക്കോക്കോളയൊക്കെ കാണുമ്പോൾ പറന്ന് എൻ്റെ അടുത്ത് വരുന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അവന് ഞാനൊരു ചെറിയൊരു പെട്ടിക്കൂടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ പെട്ടിക്കൂടിൽ അവന് എല്ലാ സൗകര്യങ്ങളും ഒന്നും ഇല്ല. അതിനകത്ത് ഉള്ള സൗകര്യത്തിൽ ആശാനിങ്ങനെ ഇത്രയൊക്കെ ആയി മാറി. പിന്നെ ഇനിയിപ്പോൾ ആ റൂമൊക്കെ ഒന്ന് പൊളിക്കുന്ന ഒരു അവസരം വരുന്നുണ്ട്. അപ്പോൾ പൊളിച്ചു കഴിഞ്ഞാലുള്ള ഇവനെ എങ്ങനെ ഞാൻ പാർപ്പിക്കും എന്നുള്ളൊരു ടെൻഷനിലും കൂടാണ്. അപ്പോൾ ഇവനൊരു ഷെൽട്ടർ അതാണ് നമ്മൾ. കടയടച്ച് പോകുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവുമോ? അതെങ്ങനെയാണ്? ഈ കടയടച്ചിട്ട് പോകുന്ന സമയത്ത് ഇയാളെ അതിനകത്താക്കി അയാളെ കയറും. നമ്മളൊന്നും പറയൊന്നും വേണ്ട. കയറി ആ സമയം നേരെ ഇരുട്ടുന്ന സമയത്ത് പുള്ളി തനിയെ അതിനകത്ത് കയറുന്നു. അതിനുശേഷം ഞാനത് കടയടയ്ക്കുന്നു. കടയടച്ചാൽ ഉടനെ ഇയാൾ അതിനകത്ത് പെട്ടിയിലോട്ടങ്ങ് മാറും. അപ്പോൾ ഞാനത് അപ്പോഴേ തന്നെ റൂം പൂട്ടി ഞാൻ ഇറങ്ങും. എന്നിട്ട് എൻ്റെ ഒരു കിളിവാതിലുണ്ട് മേളിൽ. ആ കിളിവാതിൽ തുറന്നു വെച്ചേക്കും. കാര്യം അതുവഴിയായി വേള ഇറങ്ങിപ്പോകുന്നത് രാവിലെ. അതുകൊണ്ട് അത് ഞാൻ അടയ്ക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കിളിവാതിൽ കൂടെ അത് ഇറങ്ങി റോഡിലോട്ട് പറന്നങ്ങ് പോവുകയും ചെയ്യും. രാവിലെ 6 മണിയാകുമ്പോൾ റോഡിൽ ചാടും.
അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു പലചരക്ക് നടത്തുന്നൊരു അച്ചായനുണ്ട്, അച്ചായൻ്റെ അടുത്തോട്ട് പോകും. അച്ചായൻ്റെ അവിടെ നിന്ന് രാവിലെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിലോട്ട് പോകും. അവിടെയും കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വരുമ്പോൾ മീൻ വണ്ടി വരും. ആ മീൻ വണ്ടിക്കകത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു മീൻ കൊടുക്കും. ഹുസൈൻ ഭായി ആണ് പുള്ളി. ഒരു മീൻ പെർ ഡേ അന്ന് മുതൽ തിന്ന് തുടങ്ങി അന്ന് പോലെ അതിന് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് മുട്ടക്കാരൻ വരുമ്പോൾ മുട്ട കൊടുക്കാറുണ്ട്. പിന്നെ ചിക്കൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ചിക്കൻ്റെ പീസുകൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും അവനറിയാം. അപ്പോൾ ലാവിഷാണ്. അപ്പോൾ ഇവിടെ ലാവിഷാണ് ഇപ്പോൾ അയാളുടെ ജീവിതം. ഈ കടക്കകത്തൊക്കെ എന്തെങ്കിലും കടക്കകത്ത് വലിയ നാശങ്ങളായിട്ടൊന്നുമില്ല, എന്നാൽ വന്ന് ഇരിക്കുകയും അവിടെയൊക്കെ ചെയ്യും. പക്ഷേ ആഹാര സാധനങ്ങളിലൊന്നും കൊത്തത്തും എടുക്കത്തൊന്നുമില്ല. പിന്നെ നമ്മൾ വഴക്ക് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് മനസ്സിലാവും. അത് തുടരുതെന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കുസൃതിക്കാരനായിട്ട് വളർന്നു വരികയാണ്. നേരത്തെ ഏതെങ്കിലും ഇതിനെ വളർത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാൻ ഒന്നിനെ വളർത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ കാക്കയെ എനിക്ക് കളയാൻ തോന്നാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു മനസ്സിലൊരു അലിവ് വന്നത്. അറിഞ്ഞിരുന്നോ ഇങ്ങനെ കാക്ക? ആദ്യമൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരുന്ന അന്ന് കണ്ട്, പക്ഷെ അത് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം പിന്നീട് ആർക്കും അറിയത്തില്ല. ഇയാൾ പറന്നു തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഉള്ളവരെല്ലാം ഒരുവിധപ്പെട്ടവർ, കുറച്ച് പേർക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, കുറച്ച് പേര് മാത്രം പിന്നീടാണ് അറിഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇനിയും ഇതിനെ വീട്ടിലോട്ട് വല്ലതും കൊണ്ടുപോകാൻ അങ്ങനെ പറ്റുമോ? ഇതിനെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ അതിനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അവിടെയൊക്കെ ഈ പൂച്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, അവിടെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ അടച്ചിട്ട് വളർത്താനും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ആ റൂം ഇപ്പം ഇതിൻ്റെ ഓണർ, ഞാനിപ്പോൾ വാടകയ്ക്കാണ് ഇത് കഴിയുന്നത്, ഇതിൻ്റെ ഓണർ അത് പൊളിച്ച് അവിടെ വേറൊരു രീതിയിലോട്ട് രൂപമാറ്റം വരുത്താനായിട്ട് റൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനെ ഷെൽട്ടർ ചെയ്യാനായിട്ട് എനിക്ക് ഒരു കൂടില്ല, അതാണ് ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ ഇവന് ഷെൽട്ടറിന് പറ്റിയൊരു കൂട് വ്യൂവേഴ്സ് ആരെങ്കിലും സംഭാവനയായിട്ട് കിട്ടിയതെങ്കിൽ അവനെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവനെ നല്ല രീതിയിൽ സംരക്ഷിക്കാമായിരുന്നു. ആ ഒരു അഡ്വൈസും കൂടെ എനിക്കുണ്ട് ഇതിൻ്റെ കൂടെ പറയാൻ. എന്തായാലും കാക്കയ്ക്ക് സുഖകരമായ ജീവിതമാണ്. ഒരു കാക്കയും ഇവിടുത്തെ കുറേ നല്ല മനുഷ്യരും എന്നും ഇവർ പിരിയാതെ കഴിയട്ടെ. അഞ്ചൽ കൈപ്പള്ളിയിൽ നിന്ന് ക്യാമറാമാൻ സഞ്ജീവനൊപ്പം ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.